ഇരിക്കുകയാണ് നേരിട്ട് കാണാനായിട്ട്. സോ ഏറ്റവും പുതിയ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും കുറെ അധികം വിശേഷങ്ങളൊക്കെ നമ്മളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടുണ്ടാവും. സോ ഒരു വാക്ക് കൊടുക്കുക എല്ലാവരും ചേർന്നുകൊണ്ട്. സിനിമ സക്സസ്ഫുള്ളി കണ്ടിട്ടുകൊണ്ടിരിക്കുകയാണ് ആനന്ദ് ശ്രീബാല. അപ്പൊ ഒരുപാട് വിശേഷങ്ങൾ നമ്മളായിട്ട് പറയാനായിട്ടുണ്ടാവും. സോ ബാംഗ്ലൂരിലാണ് നമ്മളുള്ളത്. നമ്മുടെ സൂര്യ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മളുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഒരു കമ്പീര കൈയോടെ കൂടി കൊടുത്തുകൊണ്ട് ഇനി സംസാരിക്കുന്നത് സംസാരിച്ചോളൂ. ഹലോ, ഇത് ബാംഗ്ലൂർ ആണോ കേരളമാണോ? ഞാൻ സത്യം പറഞ്ഞാൽ വന്ന് ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കേണ്ടി വരുമെന്ന് ടെൻഷൻ അടിച്ചാ വന്ന്. മൊത്തം നമ്മുടെ ആൾക്കാരാണ്. ഒരുപാട് സന്തോഷം. വേറൊരു നാട്ടിൽ വന്ന് നമ്മൾ മലയാളികളിങ്ങനെ കൂടുമ്പോൾ ഒരു സുഖം വേറെ തന്നെയാണ്. ഇവിടെ കന്നഡ ആൾക്കാരുണ്ടോ? തമിഴ് ഓക്കെ. ഹായ്. എല്ലാവർക്കും എന്റെ നമസ്കാരം. ഫാദറുമായിട്ട് ഭയങ്കര ക്ലോസ് ആണ്. അപ്പം ഒരു നേഴ്സിന്റെ വാല്യൂ എന്താണെന്ന് എനിക്ക് മനസ്സിലായത് ഒരു 2 years ബാക്ക് വെൻ ഹി ഗോട്ട് സിക്ക് ആൻഡ് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നപ്പോഴാണ് നിങ്ങൾ ചൂസ് ചെയ്ത പ്രൊഫഷന്റെ വാല്യൂ ഞാൻ മനസ്സിലാക്കിയത്. അപ്പം താങ്ക് യു ഓൾ സോ മച്ച് ഫോർ ചൂസിങ് ദിസ് പ്രൊഫഷൻ. ബാക്കി കോളേജസിലൊക്കെ പോകുമ്പോൾ ഞാൻ പറയാറുണ്ട് നിങ്ങൾ ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് അടിച്ചു പൊളിക്കണമെന്ന്. പക്ഷെ നിങ്ങളോട് ഞാൻ പറയണത് ദൈവത്തെ ഓർത്ത് ക്ലാസ് കട്ട് ചെയ്ത് എല്ലാവരും എല്ലാ ദിവസവും ക്ലാസ്സിൽ പോയി പഠിക്കണം. നിങ്ങൾ ക്ലാസ് കട്ട് ചെയ്താൽ ഞങ്ങൾക്കാണ് പ്രശ്നമില്ല. എല്ലാവരും നല്ലോണം പഠിച്ച് പാസ്സാവാം. കൂട്ടത്തിൽ എന്റെ ഒരു സിനിമ ഇപ്പം തിയേറ്ററിൽ ഇറങ്ങിയിട്ടുണ്ട്, ആനന്ദ് ശ്രീബാല എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് അർജുന അശോകനെ ഇഷ്ടമാണോ? അപ്പം അതിലെ ഓപ്പോസിറ്റ് ചെയ്ത ഹീറോ ആയിട്ട് ചെയ്തത് അർജുന അശോകനാണ്. പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ബാംഗ്ലൂർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ നിങ്ങളൊക്കെ നാട്ടിൽ പോവാണ്, വീക്കെൻഡ്സിൽ നാട്ടിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ 3rd week ആയിട്ടും നാട്ടിലെ തിയേറ്റേഴ്സിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഹോപ്പ്ഫുള്ളി നിങ്ങൾക്കും ഇഷ്ടപ്പെടും. അപ്പൊ പോയി കാണണം. ആൻഡ് ഇന്നത്തെ ദിവസം ഇറ്റ്സ് യുവർ ഡേ. മാക്സിമം അടിച്ചു പൊളിക്കുക, എൻജോയ് ചെയ്യുക. താങ്ക് യു. ഓക്കെ, പിന്നെ മറ്റൊരു സന്തോഷം കൂടി നമ്മുടെ ദീപക് വർമ്മ സിനിമ കൂടി. എന്തുകൊണ്ടാണ് പറയാത്തത്? ഈ കല്യാണം കഴിഞ്ഞു ഞാനിവിടെ വന്നപ്പോ. ഓക്കെ, അപ്പൊ പുള്ളിക്കാരുടെ ഹസ്ബൻഡ് അറിയില്ലേ? അപ്പൊ ദീപക് വർമ്മ സിനിമയെ സൂക്ഷ്മദർശിനി വളരെ സക്സസ്ഫുള്ളി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതേതോടുള്ള നമ്മുടെ സ്നേഹം കൂടി അറിയിക്കുക. തീയൊക്കെ വരുന്നുണ്ട് കേട്ടോ. സ്റ്റേജ് മൊത്തത്തിൽ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ പെർഫോമൻസ് കൊണ്ട് നമ്മൾ അങ്ങനെ ഭരിച്ചിരിക്കുകയാണ്. ഒന്നിനു പറഞ്ഞ ഓരോ പെർഫോമൻസ് ആയിട്ട് ഈ അപ്പുറത്തെ കൂടെ പോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ കൂട്ടിയെ കത്തിക്കാൻ വിചാരിച്ചിരിക്കുകയാണ്. ആണോ? ഇനി കുറച്ച് തകർപ്പൻ പെർഫോമൻസ് കൂടി വരാനുണ്ട്. അപ്പൊ അതോട് കൂടിയിട്ട് അത് ഒരു കലാശത്തിലേക്കൊക്കെ നമ്മൾ മൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇനി വാട്ട്സ് നെക്സ്റ്റ്? അപർണയുടെ എന്ത് പെർഫോമൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടത് മക്കളെ? വന്നേ പാട്ടാണോ? മിമിക്രിയാണോ? മോളാണോ? ഞാനിപ്പോ ആനന്ദ് ശ്രീബാല റിലീസിനോടനുബന്ധിച്ച് കുറെ കോളേജിൽ പോയി. അപ്പം ഈ ഡാൻസ് കളിക്കാൻ പറയുമ്പോൾ ഞാൻ പറയുന്നത് പിന്നെ സ്റ്റുഡൻസിൽ 1-2 പേര് വന്നു കഴിഞ്ഞാൽ ഡാൻസ് കളിക്കാറുണ്ട്. അപ്പോ ഈ പറഞ്ഞ പോലെ എന്റെ അനിയന്റെ കോളേജിൽ പോയി, രാജഗിരി കോളേജിൽ പോയപ്പോ ഇതുപോലെ ഡാൻസ് കളിക്കാൻ പറഞ്ഞിട്ട് ഞാൻ 1-2 സ്റ്റുഡൻസിനെ വിളിച്ചു. അപ്പൊ പാട്ട് ഏതോ സൈഡ്, അവർ കളിക്കുന്ന ഡാൻസ് വേറെ ഏതോ സൈഡ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഞാൻ വിചാരിച്ചു ഭയങ്കര അടിപൊളിയായിരിക്കും പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ചാടി. അപ്പൊ ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സാണ് കാഫ്താൻ. ആമ്പിളാർക്കറിയില്ല, പെമ്പിളാർക്കറിയായിരിക്കും. കാഫ്താനാണ് ഇട്ട്. അവസാനം വവ്വാൽ ഡാൻസ് എന്നൊക്കെ പറഞ്ഞ് കുറെ ട്രോളായി. അതിനുശേഷം എനിക്ക് കോളേജിൽ പോയി ഡാൻസ് കളിക്കാൻ ചെറിയൊരു പേടി. ഇല്ല, ഇവരൊന്നും ചെയ്യത്തില്ല. നമ്മൾ അതിന് ഡാൻസ് ചെയ്താൽ മതി. ഇവരെ പൊളിയാണ്, സപ്പോർട്ടാണ്. ബിക്കോസ് ഞാൻ ഏറെക്കുറെ രാത്രി മുതൽ ഇവരെ കൂടെ ഉണ്ട്. ഉച്ചയ്ക്ക് ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പൊ ഒരു രക്ഷയില്ല. സോ അപർണയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഉഗ്രൻ സോങ് കൊടുത്തേ പറ്റും നമുക്ക് ഡാൻസ് ചെയ്യാനായിട്ട്. കൂടെ നമുക്ക് 1-2 പേരെ ഡാൻസ് ചെയ്യാനായിട്ട് ഇൻവൈറ്റ് ചെയ്യുകയും ചെയ്യാം. അപർണയുടെ കൂടെ ഒരു
ആ പറഞ്ഞോളൂ. മൊത്തം തീര് കാറ്റ് ഇത് വേറെ ഞാൻ പറഞ്ഞില്ലേ ടോട്ടലി മൊത്തത്തിൽ കത്തിക്കാനുള്ള പരിപാടിയാണ്. ഇനി കുറച്ച് വെഡിക്കറ്റ് ഐറ്റംസ് വരുന്നുണ്ട്, നമ്മളത് കാത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു സമയത്ത് നമുക്കറിയാം സൂര്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ന് ഈ ഒരു നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ മാർക്കറ്റിംഗ് ടീമിന്റെ അല്ലെങ്കിൽ നമ്മുടെ മാനേജ്മെന്റ് ടീം ഒരു വലിയ വലിയ പാർട്ട് തന്നെയാണ് അവർ വഹിച്ചിട്ടുള്ളത്. സോ ആ ടീം മെമ്പേഴ്സിനെ നമ്മൾ ഈ വേദിയിൽ വെച്ചുകൊണ്ട് ആദരിക്കുകയാണ്. സോ മാനേജ്മെന്റ് ടീമിനായിട്ടുള്ള മെമിൻറ്റോ സമ്മാനിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അപർണ ദാസിന്റെ കയ്യിൽ നിന്നും ഏറ്റുവാങ്ങുകയാണ്. സോ അതിനു വേണ്ടി ഫസ്റ്റ് ഓഫ് ഓൾ ഐ വുഡ് ലൈക്ക് ടു വെൽക്കം സെന്റ് മാരിയസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടി ലെറ്റ് മീ ഇൻവൈറ്റ് മിസ്റ്റർ റാണി കോശി, മിസ്സസ് ലിജിമോ എംജി, മിസ്റ്റർ റോബിൻ കോശി ആൻഡ് ജസ്റ്റിൻ വർഗീസ് ഓൺ സ്റ്റേജ്. 4 പേരും ഒന്ന് സ്റ്റേജിലേക്ക് എത്തുക. ഗംഭീര കൈ കൊടുത്തുകൊണ്ട് നമുക്ക് അവരെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം.